കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ കണ്ടുപോലെ നമ്മൾ പറമ്പിക്കുളത്തേക്ക് പോവാണ്. പറമ്പിക്കുളം കേരളത്തിലാണെങ്കിൽ നമ്മളിങ്ങനെ പൊള്ളാച്ചി നിൽക്കണമെന്നല്ലേ കാര്യമുണ്ട്. നമ്മളെ കടുവ സങ്കേതത്തിലേക്ക് പോകാൻ ആദ്യത്തെ ബസ് അങ്ങോട്ട് ആകെ 3 ബസ്സേ പോകണുള്ളൂ. ലോക്കലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൈവറ്റ് വാഹനമാണെന്നുണ്ടെങ്കിലും ഇരുചക്ര വാഹനം കടത്തി വിടില്ല. അറിയാലോ, കടുവ സങ്കേതത്തിൽ എങ്ങോട്ടും കടത്തി വിടില്ല. നമ്മളെ 4 വീലൊക്കെ പോവുള്ളൂ. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബസ്സുകളിൽ പോകാം. അപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ് ആദ്യം പുറപ്പെടുന്നത്. നമ്മളുടെ KSRTC പോകുന്നത് പാലക്കാട് 8 മണിക്കാണ്. ഒരുപാട് നേരം വിളിക്കും. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ. അത് പൊള്ളാച്ചി വന്നിട്ട് 12 മണിയോടുകൂടിയേ നമ്മൾ പറമ്പിക്കുളത്ത് എത്തുള്ളൂ. അതിനേലും നല്ല ഓപ്ഷൻ ആയതുകൊണ്ടാണ് പൊള്ളാച്ചിയിൽ വന്നിട്ടുള്ളത്. ഇവിടുന്ന് 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സുണ്ട്, അതിന് കാത്തു നിൽക്കുകയാണ്. ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡ്, പൊള്ളാച്ചിയിലെ പുതു ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. റോഡിൻ്റെ അപ്പുറവശവും ഇപ്പുറവശവും ബസ് സ്റ്റാൻഡുകൾ. അതിൽ പുതു ബസ് സ്റ്റാൻഡിലാണ് നമുക്കിപ്പോൾ പറമ്പിക്കുളം ഭാഗത്ത് പോകേണ്ട ബസ്സുകൾ കിട്ടാറ്. മറ്റു ഭാഗത്തേക്കുള്ള ബസ്സുകൾ വന്നു തുടങ്ങുന്നത് ബസ് സ്റ്റാൻഡിൽ കുറേ ആളുകൾ വരും. നമ്മുടെ ബസ് 10 മിനിറ്റിനുള്ളിൽ ഇവിടേക്ക് എത്തും. ബസ് നമ്പർ ചോദിച്ചു. ബസ്സിന് അതിന് നമ്പറില്ല. ടൈഗർ റിസർവിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുള്ളത് ഒരു പച്ച ബസ്സാണ്. പുറപ്പെടുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ വരും. ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് പോകുന്ന ബസ്സുകൾ 2 ബസ്. ഇന്ന് രാവിലെ നമ്മി പോകുന്നത് 6 മണിക്കും 6:15 ഇടയിലാണ് ബസ് പുറപ്പെടുന്നത്. പിന്നെ ഉള്ളത് വൈകുന്നേരമാണ്. പിന്നെ 10 മണിക്കൊരു ബസ് പോകും. അത് തമിഴ്നാടിൻ്റെ ബസ്സല്ല. നമ്മളെ KSRTC 8 മണിക്ക് പാലക്കാട് വരുന്നത് ഇവിടെ 10 മണിക്ക് എത്തും. അതാണ് ഇവിടുത്തെ പോകുന്നത്. അങ്ങനെ 3 ബസ്സാണ് പറമ്പിക്കുളത്തേക്ക് പോകുന്നത്. ടോപ്സിലേക്ക് മുഖേനയാണ് പോകുന്നത്. வந்தாரா எனக்கு சொன்னா வந்தவ வாங்கிட்டீங்களா? சொல்லிடுங்க போட்டுங்க. അങ്ങനെ ആനപ്പടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. സഫാരിയൊക്കെ പോകുന്ന ആനപ്പടിയിലാണ്. അധികം ആരും ഒന്നും എത്തിയിട്ടില്ല. ഇവിടുത്തെ കടകളൊക്കെ തുറക്കുന്നുള്ളൂ. ഫസ്റ്റ് ബസ് അതാണല്ലോ വന്നത്. ബസ് ഇപ്പോൾ തന്നെ പാസ് ചെയ്ത് പോയി. ഇപ്പോൾ 7:45 സമയം. ഇപ്പോൾ 1.25 മണിക്കൂർ കൊണ്ട് നമ്മൾ ആനപ്പടിയിലെത്തും. അയ്യോ അയ്യോ അപ്പുറത്ത് ആളുണ്ടേ. വണ്ടി പോണതെടുത്തോ? കുട്ടികളുണ്ട ഈ അമ്മയും കുഞ്ഞു ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ നടന്നു പോയത്. അത് താഴെയത് കൊണ്ട് ഞങ്ങളത് നോക്കിയിട്ട് അത് ഞങ്ങളെ കണ്ടപ്പോൾ ഇറങ്ങി മേലെ ഞങ്ങൾ ഈ കാണുന്ന കമാൻഡർ എന്ന് പറഞ്ഞ ഫസ്റ്റ് പോണ ബസ്സിലാണ് നമ്മൾ പോണത്. ഫസ്റ്റത്തെ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 300 രൂപ ടിക്കറ്റിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
നമ്മളെ വണ്ടി ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് പോയിന്റുകളിൽ വണ്ടി നിർത്തും. ആദ്യം ഈ ഡാമിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. പക്ഷേ ഇവിടുത്തെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങൾ പരിപാലിക്കുന്നതൊക്കെ തമിഴ്നാട് ഗവൺമെൻറ്റാണ്. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളം ഷട്ടർ തുറന്നിട്ടുണ്ടെങ്കിൽ ആളിയാർ ഡാം, അങ്ങനെ കോയമ്പത്തൂർ, പൊള്ളാച്ചി ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഇനി ഈ വെള്ളം പോവാം. അപ്പോൾ ഈ വെള്ളം ഇവർക്ക് ആവശ്യമുള്ള കാരണം ഈ ഡാം നിലനിൽക്കുന്ന കേരളത്തിലാണെങ്കിൽ കൂടി ഇത് ഉപയോഗിക്കുന്നത് മൊത്തം തമിഴ്നാട് സർക്കാരാണെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ കോളനിയിൽ താമസിക്കുന്ന ട്രൈബ്സ് ഒക്കെ അവിടെ ഇരുന്നിട്ട് ചൂണ്ടിനൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം കിട്ടിയോ? ചൂണ്ട് ഇപ്പോൾ തന്നെ പൊക്കി, ഒന്നും കിട്ടിയില്ല എന്നുണ്ട് അവിടെ കുറേ ആൾക്കാർ. ഹലോ, സൈലന്റ് ആണ് സാർ. മഴ വന്നതാ? രണ്ടെണ്ണം ആടിയിട്ടുണ്ട്. അത് പോകുന്ന ആടിയിട്ടുണ്ട്. കൊച്ചിൻ ഹാർബർ കെട്ടി ഇതിന് നേരെ 3 ട്രെയിൻ വെച്ച് നേരെ ഇംഗ്ലണ്ടിൽ മറക്കെടുത്തിട്ടുണ്ട്. ഇത് ട്രാൻഡ റൂട്ടിലുള്ളത്. അതാ ഒരു തേക്ക് മരം இருக்குல்ல, 50 வருஷமான தேக்கு மரம் 100 லிட்டர் தொட்டு 130 லிட்டர் வரைக்கும் பூமி பம்ப் பண்ணி எடுக்கும். நேராக இடையில கொண்டு ஸ்ப்ரெட் பண்ணும். சூரிய பிரகாஷ் கட்டி தான் நீராவே நமக்கு மழையாக கிடைக்குது. புரியுதா? மகளுக்கு 3 பேர் இருக்கு. ஒரு போட்டோ இருக்கு பாருங்க, வித்தியாசமா தெரியுது. கருமல கல்யாணத்து வேறு 3 மலைக்கு 3 பேர். നമ്മളങ്ങനെ 11 നേരമായപ്പോഴത്തേനും നമ്മളെ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. പറമ്പിക്കുളം ടൗൺ കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി കൂടി വരുമ്പോൾ ഡാമിൻ്റെ വശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വ്യൂ ഒക്കെ കണ്ട. ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ തിരിച്ച് പറമ്പിക്കുളത്തേക്ക് പോവും. അവിടെ കുറച്ച് നേരം നിർത്തുമെന്നാണ് പറഞ്ഞത്. പിന്നെ തിരിച്ച് പോവും. ആനപ്പടിയിൽ നമ്മളെ കയറ്റിയില്ലേ, അങ്ങോട്ടേക്ക് തിരിച്ച് പോവും. ഈ നേരമായിട്ട് ആനനെ കണ്ടു. അങ്ങനെ മൃഗങ്ങളെ ഇന്ന സ്പോട്ട് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ വരാണ്ടിരിക്കുക വയ്ക്കോ. കാട് നല്ല പോലെ കാണാം. ഇപ്പോൾ മഴയൊക്കെ ഇന്ന് മഴ പെയ്തിട്ടില്ല, പക്ഷേ മഴക്കാലമാണല്ലോ. എന്തൊരു രസം എന്ന് പറയാം അന്തരീക്ഷം. ഭയങ്കര തണുത്ത കാറ്റും. അവിടെയൊക്കെ ഈ മലയുടെ പിന്നിലൊക്കെ നോക്കിയ കോടയും ഡാമിലൊക്കെ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇങ്ങനെയൊക്കെ ആസ്വദിക്കേണ്ട ഒരു രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മ വല്ലാണ്ട് നിരുത്സാഹപ്പെടില്ല. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ തിരിക്കേണ്ട പരിപാടികൾ നോക്കാം. 3 ബസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. 8 മണിക്ക് 6 മണിക്ക് വരുന്ന പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന ബസ് അതിവിടെ എത്തിയിട്ട് ഒരു 1/4 മണിക്കൂർ ഹാൾട്ട് ചെയ്തിട്ട് തിരിച്ചു പോകും. ആ ബസ്സുകൾ തന്നെയുള്ളൂ. പിന്നെ കേരളത്തിൽ നിന്ന് വരുന്ന ബസ്, പാലക്കാട് നിന്ന് വരുന്ന ബസ് പറമ്പിക്കുളത്ത് എത്തിയിട്ട് 12 മണിക്ക് എത്തും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറമ്പിക്കുളത്ത് നിന്ന് എടുക്കും. ആനപ്പാടി വഴി തന്നെയാണ് പോവുക. നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. 3 മണിക്ക് ഒരു ബസ് വരുന്നുണ്ട്. അത് 6 മണിക്ക് പോവും. പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന ബസ്സാണ്, തമിഴ്നാടിൻ്റെ ബസ്. ഒരു കരയിന് അത് 6 മണിക്ക് പോവും. അപ്പോൾ നമുക്കിനി ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് 20 കിലോമീറ്ററോളം ഉള്ളൂ ഇവിടെ നിന്ന് ആനപ്പാടിയിലെത്തിയിട്ട് വാക്കിംഗ് ട്രയലൊക്കെ നമുക്ക് ചെയ്യാം നമ്മളെ സൗകര്യത്തിനനുസരിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഹാൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ KSRTC വരുന്നുണ്ടല്ലോ, അതിൽ കയറിയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ടോപ്പ് സ്ലിപ്പിൽ ഇറങ്ങാം. തൊട്ടപ്പുറത്ത് സ്റ്റോപ്പ് ടോപ്പ് സ്ലിപ്പാണ്. അവിടെ ഇതുപോലെ സഫാരി ഉണ്ട്. അവിടെയും കുറച്ച് ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്.
ഇവരെ വെബ്സൈറ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്ന പരിപാടികളുണ്ട്. നോക്കിയിട്ട് ബുക്ക് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ കലക്കം പരിപാടികൾ ചെയ്യാൻ പറ്റും. അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വൈകാണ്ട് ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. കറക്റ്റ് പറമ്പിക്കുളം എന്ന് പറയുന്ന സ്ഥലം ഇതാണ് ഉണ്ടാകേണ്ട. ചായക്കടയിലും വറവ് കടയിലൊക്കെ ഭയങ്കര തിരക്കാണ്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരു കോളനി ഉണ്ടെന്നുണ്ട്. കുറച്ച് പേരൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇത് വേണ്ട, പോസ്റ്റ് ഓഫീസാണ്, പോലീസ് സ്റ്റേഷൻ, ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ആയിട്ട് ചെറിയൊരു പറമ്പിക്കുളം ടൗൺ എന്ന് തന്നെ പേര്. ടൗണിനൊന്നും വിളിക്കാൻ പറ്റില്ല. 2009 10 എന്ന് കറക്റ്റ് അറിയില്ല. ഇത് അങ്ങനെ കടുവ സങ്കേതമാക്കി പ്രഖ്യാപിച്ചു. നമ്മൾ പറഞ്ഞ KSRTC എത്തിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 12 മണിക്ക് തന്നെ ഇവിടെ എത്തി. നമ്മളത് ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ഈ ഉച്ചയായപ്പത്തിനും പരിപാടി കഴിഞ്ഞല്ലോ. അപ്പം നേച്ചർ വാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. ഇപ്പോൾ സ്പോട്ടിൽ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ബസ് പോയെന്ന് വെച്ചാൽ നമ്മൾ ബസ് പറഞ്ഞു വിട്ടു, ഞങ്ങളില്ലാന്ന് പറഞ്ഞിട്ട് KSRTC കയറിയിട്ട് തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊല്ലംകോട് ഭാഗത്തേക്ക് ഒന്ന് പോകണം.